എനിക്ക് ഒരുപാട് ബിസിനസ്സുകാരുമായിട്ട് പരിചയമുണ്ട്. അവരുടെ വണ്ടി CC ഇല്ല, അവരുടെ കച്ചവടത്തിൽ ഒരു രൂപ പോലും പലിശയ്ക്ക് എടുത്തിട്ടില്ല. ഒരുപാട് ബിസിനസ്സുകാരെ എനിക്കറിയാം, ഒരുപാട് വീടുകാരെ എനിക്കറിയാം. പുതിയ വീട് വെച്ചവർ എനിക്കറിയാം, കടം വാങ്ങി വെച്ചു, പക്ഷെ ഒരു രൂപ പോലും പലിശയില്ല. അറിയാം, വേണമെങ്കിൽ വേരിൽ എന്താ ചക്ക വേരിൽ കായ്ക്കെന്ന് പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ നടക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെ ലോണ് കിട്ടുന്ന, ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് നമുക്ക് അതൊരു രസമായി പോയി. അതാണ് അതിന്റെ അർത്ഥം, അതൊരു രസമായി പോയി. അതുകൊണ്ടാണ് നമ്മുടെ ദുആ സ്വീകരിക്കാതെ പോകുന്നത്. പലിശയുമായി ഹറാമായ പണം നമ്മുടെ കൂട്ടത്തിൽ ചേരുന്നു. നോക്ക്, നമ്മൾ എല്ലാ മേഖലകളിലും ഇന്നതുണ്ടല്ലോ, എല്ലാ മേഖലകളിലുമുണ്ട്. പണ്ടൊക്കെ ലോട്ടറി കച്ചവടം ചെയ്യുന്നത് ആണുങ്ങളായിരുന്നു. ഇപ്പൊ മുസ്ലിം പെണ്ണുങ്ങൾ, താത്താമാര് തലയിൽ തട്ടവിട്ടിട്ട് ലോട്ടറി കട. എനിക്ക് ഭയങ്കര വിഷമം വരുന്നു. എങ്ങനെ പോയി നമ്മൾ പറയും? എന്നിട്ട് നമ്മൾ അതിന്റെ പരിസരത്തൂടെ പോകുമ്പോൾ പെട്ടെന്ന് അവർ തലയിൽ തുണി ഒന്നും കൂടെ വൃത്തിയായിട്ട് അതോടുകൂടി മാറ്റി റെഡിയാക്കിയിടും. എൻ്റെ പൊന്നുമ്മ, ഈ അടുത്ത സമയത്തെങ്ങാണ്ട് നമ്മൾ പത്രത്തിൽ കണ്ടു, ഒരു പെണ്ണ് ഇതുപോലെ ലോട്ടറി കച്ചവടം കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ വണ്ടി ഇടിച്ച കണ്ടോ മരിച്ചു. ഒരു സഹോദരി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമുക്കിപ്പോൾ അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് ചൂതാട്ടമല്ലേ? 333 കോടി രൂപയ്ക്ക് 25 കോടിയുടെ ലോട്ടറി വിറ്റിട്ട് ബാക്കി പൈസ എന്തേ? നമ്മൾ ചിന്തിച്ചു നോക്ക്. 25 കോടി രൂപയാണ് അതിന് കിട്ടിയത്. പിന്നെ കുറച്ചൊരു 10 കോടി, 20 കോടി, 50 കോടി ബാക്കി ഇനി ചില്ലറയായിട്ട് കൊടുത്താലും 100 കോടി കൊടുത്താലും ബാക്കി അത് ലാഭമല്ലേ? അപ്പൊ എല്ലാവരുടെ ലക്ഷ്യം എന്താ? എല്ലാവരും 500 രൂപ കൊടുക്കുന്ന എന്തിനാണ്? എനിക്കത് കിട്ടണം, അത് കിട്ടണം. പക്ഷെ കിട്ടിയോ? ഞാൻ കർണാടകയിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ അവർ പറയാ, അവിടുന്ന് എടുത്തു ആളുകൾ 1 ലക്ഷം രൂപയുടെ ടിക്കറ്റ്. കർണാടകത്തിൽ നിന്ന് കേരളത്തിന്റെ ബമ്പർ വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല, പോയില്ലേ? ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. ഈ ചൂതാട്ടം, ഈ ലോട്ടറി, പലിശ, അതേപോലെ ഈ മദ്യവും ഈ ലഹരിയും, ഇതെല്ലാം പിശാചിന്റെ കെണിയാണ് കേട്ടോ. റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ കെണിയാണ് പെങ്ങളെ. അതുകൊണ്ട് മദ്യപിച്ച് വരുന്നവർക്ക് നീ ഭക്ഷണം വിളമ്പി കൊടുക്കരുത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങളുടെ മുന്നിൽ ഞാനിതാ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾക്ക് പേടിയുണ്ടോ? നബി തങ്ങളാണ് നമുക്ക് നാളെ നമ്മെ നാമാക്കി മാറ്റിയത്. ആ ഹബീബായ തങ്ങളുടെ ജന്മദിനമിതാ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് വേണോ? അവിടുത്തെ മുബാറക്കായ കരങ്ങൾ കൊണ്ട് ഹൗലുൽ കൗസർ വേണമോ? ആ പ്രവാചകന്റെ വാക്കാണ് പൊന്നുപെങ്ങള്. മൻ ശഗ്രിബൽ ഖംറ വ അത്അമ മൻ അത്അമ തആമ അലാ ശാരിബിൽ ഖംറി സല്ലല്ലാഹു അലാ ജസദി ഹയ്യതൗ വഅഖറബാ ഔ കമാ ഖാല അലൈഹിസ്സലാം. നിന്റെ ഭർത്താവ് മദ്യപിച്ച് വീട്ടിലേക്ക് വന്നാൽ, നിന്റെ മക്കളെ ലഹരി ഉപയോഗിച്ച് കഞ്ചാവിന് അടിമയായി വീട്ടിലേക്ക് വന്നാൽ, ഉമ്മമാരെ, നിന്റെ മുന്നിലിരിക്കുന്ന കഞ്ചാവിന്റെ മക്കൾക്ക് നിന്റെ കൈ കൊണ്ട് അവർക്ക് നീ ഭക്ഷണം വിളമ്പി കൊടുത്താൽ, സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൗ വഅഖറബാ. മദ്യമെന്തെന്ന് രുചിച്ചിട്ടില്ലാത്ത, എന്താണ് RDX എന്ന് അറിഞ്ഞിട്ട് പോലുമില്ലാത്ത, എന്താണ് കഞ്ചാവെന്ന് കേട്ടിട്ട് പോലുമില്ലാത്ത ഈ ഉമ്മാന്റെ കൈകൊണ്ടാണ് ഇവർക്ക് നിങ്ങൾ ഭക്ഷണം വിളമ്പി കൊടുത്തതെങ്കിൽ, ആ മാതാവിന്റെ ഖബറിലേക്ക് അല്ലാഹു പാമ്പുകളെയും തേളുകളെയും നിയോഗിക്കുമത്രേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഉമ്മ കഷ്ടം, നമ്മുടെ ഉമ്മ കഷ്ടം, നമ്മുടെ ഭാര്യ കഷ്ടം. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമുക്ക് ഭക്ഷണം വാരി തരുന്ന, ഭക്ഷണം ഉണ്ടാക്കി തരുന്ന, ഭക്ഷണം വിളമ്പി തരുന്ന ആ ഭാര്യ അല്ലെങ്കിൽ ആ ഉമ്മ, അവരുടെ ഖബറിലേക്ക് അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങാണ്. എന്തേ കാരണം? ഈ മദ്യപിച്ച് വരുന്നവർക്ക്, ഈ ലഹരി ഉപയോഗിച്ച് വരുന്നവർക്ക് നീ ഭക്ഷണം കൊടുത്തു, അവർക്ക് നീ ഭക്ഷണം കൊടുത്തു. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يؤمن بالله واليوم الآخر فلا يشرب الخمر
അല്ലാഹുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആഖിറത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? പരലോകത്തിൽ വിശ്വാസമുണ്ടോ? ആരുടെ മണ്ണിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നാളെ ആഖിറത്തിൽ ചോദ്യമുണ്ടാകുമെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഒരു കാരണവശാലും നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. പൊന്നു സഹാബാക്കളോട് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ഏ സഹാബാ, ഇനി ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നവർ ഒരുപക്ഷെ ഇത് ഉപയോഗിച്ചേക്കാം. ഓർക്കണം, ഇനി ഉപയോഗിക്കാത്തവർ ആരെങ്കിലും അവരുടെ കൂട്ടുകാരായി മാറിയാൽ അവർക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ താക്കീതാണ്, വമൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുദാറു അലൈഹൽ ഖംറു യുശ്റബു അലൈഹൽ ഖംറു. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, മദ്യപിച്ച് മതോന്മത്തനായി ലഹരിക്കടിമയായി വരുന്ന ചെറുപ്പക്കാരന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും പാവപ്പെട്ട ഒരു സഹോദരൻ മദ്യപിക്കാത്തവൻ പോയിരുന്നാൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ അവനെ പരിഗണിക്കുക പോലുമില്ല. ലാ ഹുജ്ജത ലഹു വഹശറഹു അല്ലാഹു യൗമൽ ഖിയാമത്തി അഅമാ. ആരെങ്കിലും മദ്യപാനിയുടെ ലഹരി ഉപയോഗിക്കുന്നവനോടൊപ്പം സഹകരിച്ചാൽ, സഹവസിച്ചാൽ, കൂട്ടുകൂടിയാൽ, അവനോടൊപ്പം നിന്റെ യാത്ര ചെയ്താൽ, അവരോടൊപ്പം നീ പോയിരുന്നാൽ നാളെ ആഖിറത്തിൽ കൂട്ടുകാരാ നിന്നെ ഉയർത്തിയെഴുന്നേൽപ്പിക്കുന്നത് അഅമാ, അന്ധനായിട്ടാണ് കേട്ടോ. ലാ ഹുജ്ജതൻ ലഹു, അവന് യാതൊരു ആധാരവുമില്ല, ഒരു തെളിവുമില്ല. ആ മദ്യപാനികളോടൊപ്പം അവരും നരകത്തിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. ആരായുടെ മദ്യപിച്ചോന്റെ കാര്യമല്ല പറഞ്ഞത്, ഈ കഞ്ചാവടിക്കുന്ന കൂട്ടുകാരനോടൊപ്പം നമ്മൾ കൂട്ടുകൂടിയാൽ, ഇത് അടിച്ച് കലക്കി കലക്കി കൂടെ മറ്റിടത്ത് കയറ്റി വെക്കുന്നവന്റെ കൂടെ റൂമിൽ കിടന്നുറങ്ങിയാൽ വമൻ ജാലസഹു ഹശറഹുല്ലാഹു യൗമൽ ഖിയാമത്തി അഅമാ. അവനെ നാളെ അന്ധനായിട്ടാണ് അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ഒന്നും കാണാൻ പറ്റൂല. വമൻ അഖറലഹു ഖറള, ആരെങ്കിലും മദ്യപാനിക്കോ ലഹരി ഉപയോഗിക്കുന്നവനോ ഒരു പൈസ കടം കൊടുത്താൽ ഫഖദ് ആന അലാ ഹദമിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നിയമനിർമ്മാണങ്ങളെ തച്ചുടയ്ക്കുന്നവന്റെ കൂലിയാണ്, ശിക്ഷയാണ് അവന് ലഭിക്കുക. അതുകൊണ്ട് മദ്യപാനികൾക്കും ലഹരി ഉപയോഗിക്കുന്നവർക്കും പണം ചോദിച്ചു വന്നാൽ കടം കൊടുക്കരുതേ. നോക്കണം, ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗം അത്രയ്ക്ക് ഗൗരവമേറിയ വിഷയമാണത്. അവന് പൈസ പോലും കടം കൊടുക്കാൻ പാടില്ല. അവനെ അങ്ങനെ സഹായിച്ചാൽ ഇസ്ലാമിനെ തകർത്തവന്റെ ശിക്ഷ നിനക്കുണ്ടാവും. കൊടുക്കാൻ പാടില്ല, ഒറ്റപ്പെടുത്തണം എല്ലാരും. അപ്പൊ അവൻ മനസ്സിലാക്കും. ലാ തുസല്ലിമൂ അലാ ശർബത്തിൽ ഖംർ, ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾ സലാം ചൊല്ലരുതേ. വലാ തഊദു മർളാഹും, അവൻ രോഗിയായാൽ രോഗസന്ദർശനം നടത്തരുതേ. വലാ തുസല്ലൂ അലാ ജനായിസിഹിം, അവർ മരണപ്പെട്ടാൽ അവരുടെ മയ്യത്ത് നിങ്ങൾ നമസ്കരിപ്പിക്കരുതേ. കമാ ഖാല റസൂലുള്ളാഹി, മയ്യത്ത് പോലും നമസ്കരിപ്പിക്കാൻ പാടില്ല. മൻ മാത സക്റാന ദഖലൽ ഖബ്റ വഹുവ സക്റാൻ വബുഇസ വഹുവ സക്റാൻ വദഖലൻ നാർ വഹുവ സക്റാൻ കമാ ഖാല അലൈഹിസ്സലാം. മദ്യപിച്ചിട്ടെങ്ങാനുമാണ് ലഹരി ഉപയോഗിച്ച അതേ അവസ്ഥയിൽ 40 ദിവസത്തിനുള്ളിലെങ്ങാനുമാണ് ഈ ചെറുപ്പക്കാരൻ മരിച്ചുപോയാൽ അതേ
മദ്യപിച്ച അവസ്ഥയിലാണ്, ലഹരി ഉപയോഗിച്ച അതേ അവസ്ഥയിലാണ് ഖബറിൽ അവൻ കഴിയുക. അതേ അവസ്ഥയിൽ തന്നെയാണ് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അതേ അവസ്ഥയിൽ തന്നെയാണ് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക. പടച്ചവനെ, ഈ സമൂഹത്തെ നീ കാക്കണേ അല്ലാ. ഈ വൈകല്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ആരല്ല ഖബറിന്റെ അരികിൽ വന്ന് അല്ലാഹു മഗ്ഫിർ ലഹു, അല്ലാഹു മഗ്ഫിർ ലഹു, അല്ലാഹു മഗ്ഫിർ ലഹു, പൊറുക്കണേ പൊറുക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അല്ലാഹു പുറത്തു കൊടുക്കുക? ഇത്രയും ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടിട്ട് ഇനിയും ഒരു ചെറുപ്പക്കാരൻ ഈ ദുഷിച്ച സ്വഭാവത്തിൽ നിന്ന് അവൻ ഒഴിവാകാൻ തയ്യാറില്ലയോ? എങ്ങനെയാണ് സഹോദരങ്ങളെ അല്ലാഹു അവന് മാപ്പ് ചെയ്തു കൊടുക്കുക? അവൻ മദ്യപിച്ച് 40 ദിവസത്തിനുള്ളിൽ എങ്ങാണ് മരണപ്പെട്ടാൽ ദഖലന്നാർ, അവൻ നരകത്തിലാണ്. കമാ ഖാല റസൂലുള്ളാഹി, നരകത്തിൽ പോകും തൗബ ഇല്ലാതെ മരിച്ചാൽ. എങ്ങനെ തൗബ ചെയ്യാൻ? അതിന് ബോധം വേണ്ടേ? ഈ തൗബ ചെയ്യണമെങ്കിൽ വല്ല സാധനം വേണ്ടേ? ഇത് ഏതാ ലോകം ഏതാന്ന് പോലും അറിയില്ലല്ലോ. ഇപ്പൊ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, ലണ്ടൻ ലഹരി. ഇനി അടുത്ത എൻ്റെ വിഷയം അതാണ്, ലണ്ടൻ ലഹരി. അടുത്ത സ്ഥലത്ത് ഇനി അടുത്ത വിഷയം ഞാൻ വയ്ക്കും, ലണ്ടൻ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, നല്ല കില്ലോ ഒന്നും അടിക്കത്തൊന്നുമില്ല. നമ്മളിപ്പോൾ സാധാ ഒരു കോള കുടിച്ചതുപോലെ ഇരിക്കും, അതുപോലത്തെ ഉള്ള സാധനങ്ങളാണ്. അത് ലണ്ടനിൽ നിന്ന് വരുന്ന സാധനമാണെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരുടെ അടുത്തും എവിടെയും പോകാം. ഉമ്മായൊക്കെ കണ്ടാൽ ചിലപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് തിരിച്ചറിയാൻ പറ്റും, പെങ്ങന്മാരെയൊക്കെ കണ്ടാൽ ചെറുതായിട്ടൊന്ന് തിരിച്ചറിയാൻ പറ്റും. ആ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ പേര് ലണ്ടൻ ലഹരിയായി പോയി. അതിലേക്ക് അതപ്പതിച്ചു പോയി മക്കളെല്ലാം. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു. വാപ്പാ ഉമ്മ വേണമെങ്കിൽ നിങ്ങളുടെ മക്കളെ പിടിച്ചോ, വേണമെങ്കിൽ നീ അടുത്ത അയൽവക്കക്കാരുടെ മക്കളെ നീ നോക്കണ്ട. നിന്റെ കുട്ടി, നിന്റെ ബീജത്തിൽ ജനിച്ച കുഞ്ഞ് സന്തോഷത്തോടെ റാഹത്തായിട്ട് എനിക്ക് ദുആ ചെയ്യണം, എനിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന കുഞ്ഞായി മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വല്ല നേർച്ച നേർന്നോ, പൈസ അള്ളാന്റെ മാർഗത്തിൽ സദഖ ചെയ്തിട്ട് ദുആ ചെയ്യിപ്പീര്. അതിൽ വലിയ ഫായിദയുണ്ട്. ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഞാനൊരു ആൾ പറയാൻ വന്ന സ്ഥലത്ത് ഒരു ഉമ്മ ഒരു സ്വർണ്ണമോതിരം എൻ്റെ മോന് അധ്യാപിക്കുന്നവനാ, ഒന്ന് ദുആ ചെയ്യണം ഉസ്താദ്, രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്ത്. വല്ലാഹി അൽഹംദുലില്ലാ, ആ കുട്ടി ഈ സംഘാടകൻ തന്നെ പറഞ്ഞാണ് 5 ദിവസത്തിനുള്ളിൽ അവനത് ഒഴിവായി. അവൻ പിന്നെ വലിയ ദഅവത്തിൻ്റെ ആളായി, ദീനീ പ്രവർത്തകനായി. ആ ഉമ്മ മരിച്ചുപോയി. ഈ അടുത്ത സമയത്ത് വണ്ടി ഇടിച്ച് മരിച്ചു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. ആ ഉമ്മ ഹയാത്തിൽ അവൻ താടി വെച്ച് തൊപ്പി വെച്ച് നമസ്കരിക്കുന്നത് നല്ല റാഹത്തായിട്ട് കണ്ടിട്ടാണ് ഉമ്മ മരണപ്പെട്ടത്. ആ ഉമ്മൻ്റെ ആഗ്രഹം അതായിരുന്നു. കയ്യിൽ കിടക്കുന്ന ഒരു മോതിരം ഊരി കൊടുത്ത് ദുആ ചെയ്യിപ്പിച്ചു, സദഖ ചെയ്ത് ദുആ ചെയ്യിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ കാര്യമാണല്ലോ, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം. നബിയേ, അവരെ സമ്പൽ സമൃദ്ധിയുള്ളവരാക്കാനും സംസ്കാര ബോധമുള്ളവരാക്കാനും സംശുദ്ധരാക്കാനും പരിശുദ്ധരാക്കാനും വേണ്ടി നബിയേ, അവരുടെ ജേബിൽ നിന്ന് പണമെടുത്തിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നബിയേ വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം പ്രവാചകരെ. കാരണം ഇന്ന സ്വലാത്തക സകനുൽ ലഹും, അങ്ങ് ആർക്ക് വേണ്ടിയാണോ ദുആ ചെയ്യുന്നത് ആ ദുആ അവർക്ക് സമാധാനവും സന്തോഷവും ഗുണവും ഉണ്ടാക്കി കൊടുക്കും. നബിയേ, സൂറത്തു തൗബ, സൂറത്ത് തൗബ. പൈസ കൊടുത്ത് നിങ്ങൾ ആർക്ക് വേണ്ടി എന്ത് നിയത്തിലാണോ ദുആ ചെയ്യിപ്പിക്കുന്നത് ആ ദുആ സ്വീകരിക്കുന്നു. അവർക്ക് ഇന്ന സ്വലാത്തക സകനുൽ ലഹും, ഇവിടെ സ്വലാത്തിന്റെ അർത്ഥം ദുആ എന്നാണ്. ഈ ദുആ അവർക്ക് ഗുണം ചെയ്യുന്നു. അതിനാണ് ഈ കൊടുത്ത ദുആ ഇറക്കാൻ പറയുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവാ ഈ കൊല്ലം ജില്ല കരുനാഗപ്പള്ളിക്ക് അടുത്താണ് സംഭവം. വെറുതെ പറയല്ല, പൈസ കിട്ടാൻ വേണ്ടൊന്നും പറയല്ല. നമുക്ക് ഇവിടെ പൈസ ഇടുന്ന ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുക, വേണമെങ്കിൽ ദ്വാരിപ്പിക്കുക, ദുആ ചെയ്യുക, നിങ്ങളും ദുആ ചെയ്യുക. ഇത് വെറുതെ അല്ല. ഇത് ഈ പറയുന്നത് ഖുർആൻ കൊണ്ട്, ഖുർആനെ വിശ്വസിക്കണമെങ്കിൽ ചെയ്താൽ മതി. നിങ്ങൾ എടുത്ത് വെച്ച് നോക്കിയോ സൂറത്ത് തൗബ. ഞാൻ ഇനി ഒപ്പിച്ച് പറയുകയാണെന്ന് അർത്ഥം നിങ്ങൾ നോക്കിയോ, നെറ്റ് അടിച്ച് നോക്കിയോ. ഇപ്പം എല്ലാം നെറ്റ് ഉണ്ടല്ലോ, കയ്യിരിപ്പോണ്ടല്ലോ സാമാനം. ഇപ്പം അങ്ങനെയാണല്ലോ നോക്കുന്നത്. ഒരെണ്ണം 8 എണ്ണ പുളുക്കാന്ന് കുത്തി നോക്കുകയല്ലേ. എല്ലാം നോക്കല്ലോ. ഞാൻ വെറുതെ പറയണോ ഇല്ലെന്ന് അറിയാലോ. എന്തിനാ ഇതൊക്കെ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നറിയോ? ഈ കൗമിന്റെ മനസ്സിലൊന്ന് കയറാൻ, ഇനിയെങ്കിലും ഖുർആൻ ഒന്ന് കയറട്ടെ, ഹദീസ് ഒന്ന് കയറട്ടെ, ഒന്ന് മനസ്സിലാക്കട്ടെ. അതിനുവേണ്ടി ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത്. കേറുന്നില്ല, പിന്നെയും ദുനിയാവ് 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 ദുനിയാവ്. ആണ് പെണ്ണാകുന്ന കാലം.
ഇല്ലേ? മറ്റേ സാധനം മാറ്റി വെച്ചാൽ മതി, അതുമായി. അല്ല അത് ചിരിക്കാൻ എന്താ, അതായില്ലേ, അതുമായല്ലോ അബീബേ. ഇപ്പൊ ഒരു പെണ്ണ് മാറ്റി വെച്ച് കിടന്ന് കരയുക, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും സാധിക്കുന്നില്ല, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. ഓൺലൈനിലൂടെ ദുആ കൊണ്ട് അഭ്യർത്ഥന. മൂത്രമൊഴിക്കാൻ വയ്യാന്ന്, ഞാൻ മാറ്റി വെച്ചതാ സാധനം, പക്ഷേ എനിക്കിപ്പോൾ മൂത്രമൊഴിക്കാൻ പോലും പറ്റുന്നില്ല, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ, ഞാൻ 3 ഓപ്പറേഷൻ കഴിഞ്ഞു ശരിയാവുന്നില്ല എന്ന്. അല്ലാഹു തആല കൊടുത്ത സാധനമേ അതിന് നമ്മളായിട്ട് മാറ്റാൻ നിന്നാൽ പിന്നെ നമ്മൾ എത്ര ദുആ ചെയ്തിട്ട് വല്ല കാര്യമുണ്ട് അതിനകത്ത്. ഓരോരുത്തർക്കും അള്ളാഹു ഓരോ തർത്തീബ് അനുസരിച്ച് അവൻ്റെ രീതി അനുസരിച്ചാണ് അള്ളാഹ് സൃഷ്ടിച്ചത്. അത് മാറ്റം വരുത്താൻ ആർക്കും അവകാശമില്ല. യാ അയ്യുഹന്നാസ് യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബികൽ കരീം الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. നിന്നെ എത്ര സുന്ദരനാക്കിയടാ അള്ളാഹ് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് തന്നത്. എത്ര സുന്ദരനും എത്ര സുന്ദരിയുമാക്കി അല്ലാഹു തആല നിന്നെ സൃഷ്ടിച്ചെന്ന. നിന്നെ ആരാ ഇതിന് തെറ്റിച്ചളഞ്ഞത്? ഇതിങ്ങനെ മാറ്റി വെക്കണം, അവൻ്റെ അടുത്ത് ഇതിനകത്ത് വെക്കണം, ഇതിൻ്റെ അടുത്ത് അതിനകത്ത്. ഇത് ആരാടാ ഇത് പഠിപ്പിച്ചത് നിന്നെ? അള്ളാഹ് ചോദിക്കുക, ഞാനല്ല. നിന്റെ റബ്ബിനെ ആരാ വഞ്ചിച്ചു കളഞ്ഞത്? ഇത് ആരാ പറഞ്ഞത് ഇങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയല്ല, ഇങ്ങനെ ആക്കാം, അങ്ങനെയൊക്കെ ആകാന്ന് ആരാ പറഞ്ഞത്? ആണിനുള്ളത് അല്ലാഹു തആല ആണിന് വേണ്ടിയിട്ടുള്ളതാണ്, പെണ്ണിനുള്ളത് അല്ലാഹു തആല പെണ്ണിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവരുടെ രണ്ടുപേരുടെ ബന്ധങ്ങളിലൂടെയാണ് അല്ലാഹു തആല ആണിനെയും പെണ്ണിനെയും അല്ലാഹു ദുനിയാവിൽ നൽകുക. ഖുർആൻ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസാ. ദക്കർ ഉൻസ രണ്ടും അല്ലാഹു പറഞ്ഞത് എന്തിനാ പിന്നെ ഇവിടെ? ഇപ്പൊ ചില പെണ്ണുങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പെണ്ണുങ്ങൾ മാത്രം മതി, ലെസ്ബിയൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന. 2 താത്താമാർ ഇപ്പോൾ പോയിട്ട് കണ്ടില്ലേ, ഞങ്ങൾ മാത്രം മതി എന്നാണ്. ആ ഒരു തർത്തീബ് ഇസ്ലാമിലുണ്ടോ? ആണും പെണ്ണും ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ആണിനെ ആണാക്കി പെണ്ണിനെ പെണ്ണാക്കി സൃഷ്ടിച്ചെങ്കിൽ ഇത് രണ്ടും സമമാവൂല. സമാവൂ അബീബേ? ഇവിടെ ഇപ്പൊ ഒരാണ് ഒരു ബോഡി ധരിച്ചു, പെണ്ണാവോ? ആവൂല. ഒരു പെണ്ണ് പാന്റ് ധരിച്ചു, ടീഷർട്ട് ഇട്ടു, ആണാവോ? ഇല്ല. ഖുർആന്റെ പ്രഖ്യാപനമാണിത്. അല്ലാഹു തആല ആണിനെ കൊണ്ട് സത്യം ചെയ്തു, പെണ്ണിനെ കൊണ്ട് സത്യം ചെയ്തു. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ. രാത്രിയെ തന്നെയാണ് സത്യം, പകലിനെ തന്നെയാണ് സത്യം, ഈ ആണിനെ തന്നെയാണ് സത്യം, ഈ പെണ്ണിനെ തന്നെയാണ് സത്യം. ഈ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. അതിലൂടെ ധാരാളം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സൃഷ്ടിച്ച തങ്ങളുടെ നാഥനുണ്ടല്ലോ, അവനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഭയപ്പെടണമേ. ഖുർആൻ അല്ലാഹ് പറഞ്ഞ വാക്കല്ലേ ഇത്? ആണ് വേറെ പെണ്ണ് പറയുന്നത്. പിന്നെ എങ്ങനെ ആണ് പെണ്ണാവും, പെണ്ണാണാവും? പിന്നെങ്ങനെ ആണ് പെണ്ണാവും, പെണ്ണാണാവും? ആവൂല. എങ്ങനെയാവും? അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങളുടേതായ ചില കപ്പാസിറ്റിയും കഴിവുകളും രീതികളും രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പെണ്ണിന് പെണ്ണിൻ്റെതായ ശൈലിയും വെച്ചിട്ടുണ്ട്. അവക്കില്ലാത്തത് നമുക്കുണ്ട്, നമുക്കില്ലാത്തത് അവർക്കുണ്ട്. അതങ്ങനെയാണ് എന്റെ തർത്തീബ്, അങ്ങനെയാണ് പടച്ചവൻ ഖുർആനിൽ പറഞ്ഞതില്ലേ. ആണിന് വേറെ പെണ്ണിന് വേറെ പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ. പിന്നെ പെണ്ണ് കൊണ്ട് മാത്രം പെണ്ണിനെ തൃപ്തിപ്പെടുകയും ആണ് കൊണ്ട് മാത്രം ആണായിട്ടും പെണ്ണ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടുകയും ചെയ്താൽ അതാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഞാൻ ആദ്യം ഒരു ഹദീസ് കൊണ്ട് തുടങ്ങിയില്ലേ, പറഞ്ഞുതരാം. ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ
വൽരിജാലു ബിർരിജാൽ. 1000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസാണ് കേട്ടോ. ആണ് ആണിനെ കൊണ്ട് പെണ്ണ് പെണ്ണിനെ കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു കാലം വന്നാൽ, ലെസ്ബിയന്റെ കാലം വന്നാൽ, ഗേയുടെ കാലം വന്നാൽ നബിയേ പറഞ്ഞു കൊടുക്കണേ, ഫബശ്ശിറുഹും ബിറീഹിൻ ഹംറാ. പ്രകൃതിക്ഷോഭങ്ങളെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ. കൊടുങ്കാറ്റടിക്കും കേട്ടോ, പ്രകൃതി ക്ഷോഭിക്കും കേട്ടോ, ഭൂമികുലുക്കമുണ്ടാകും, ഭൂകമ്പമുണ്ടാകും, ഉരുൾപൊട്ടലുണ്ടാകും കേട്ടോ. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരു കൂട്ടം സ്വഹാബകൾ പോയിട്ട് ചോദിക്കുകയാണ്, മഹദി അവർകളെ, യാ ഉമ്മുൽ മുഅ്മിനീൻ ഹദ്ദിസ്നി അനിസ് സൽസല, ഇടയ്ക്കിടയ്ക്ക് ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള കാരണം എന്ത്? ഇടയ്ക്കിടയ്ക്ക് ഈ മഴ, വല്ലാത്ത മഴ ശല്യപ്പെടുത്തുന്ന വല്ലാത്ത മഴ, പ്രകൃതി ദുരന്തം, പ്രകൃതിക്ഷോഭം, ഇതൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്ത്? എന്തുകൊണ്ടാണ് കടൽ അടങ്ങാത്തത്? ഇടയ്ക്കിടയ്ക്ക് കടൽ ക്ഷോഭിച്ചുകൊണ്ട് അതിന്റെ തിരമാല കൊണ്ട് ഞങ്ങളെ കവർന്നെടുത്ത് ഞങ്ങളെ തിന്നുകളയുകയല്ലേ? അതിനുള്ള കാരണമൊന്ന് വിവരിക്കൂ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വ്യഭിചരിക്കാൻ പരസ്യമായ സർട്ടിഫിക്കറ്റ് ഏതൊരു സമുദായം, ഏതൊരു സർക്കാർ, ഏതൊരു ഭരണകൂടം നൽകുന്നുവോ, പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിപണിയിൽ സുസജ്ജമാണോ, ലഭിക്കുന്ന കാലം വരുവോ, വാക്കലോ അരിബാ, പലിശയുടെ പല ഭാഗങ്ങളിലൂടെ ആരൊക്കെയാണോ അത് കഴിക്കുന്നത്, അങ്ങനെ ഒരു കാലം വന്നാൽ പ്രകൃതിക്ഷോഭം നിലയ്ക്കുകയേ ഇല്ല കേട്ടോ. ആരാ പറഞ്ഞത്? 1000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ഈ സത്യാവസ്ഥകൾ വിളിച്ചു പറഞ്ഞില്ലേ? 21-ാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടത്തിൽ താമസിക്കുന്ന ഞാനും നിങ്ങളും തലയിൽ കൈവച്ച് പറയുകയാണ്, ഇതെന്തോ ഒരു പ്രകൃതിക്ഷോഭമാ, ഇതെന്തോ ഒരു മഴയാണ്, ഇതെന്തോ ഒരു വെള്ളപ്പൊക്കമാ. ഇത് പറയാനുള്ള കാരണം എന്തേ? പരസ്യമായ വ്യഭിചാരങ്ങൾ വ്യാപിച്ചുപോയി, പരസ്യമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു പോയി, പരസ്യമായി പലിശകൾ മനുഷ്യൻ തിന്നു തുടങ്ങി. ഇത് നിർത്താൻ പറ്റുമോ? മുടിയാത് എന്നാൽ ഞാൻ വിടമാട്ടേ, വീണ്ടും ശിക്ഷ വന്നോണ്ടേയിരിക്കും. അതാണ് അതിനർത്ഥം. നടക്കോ? ഇത് ഒഴിവാക്കാൻ തയ്യാറുണ്ടോ? ഇല്ല. ഷട്ടർ പൊട്ടുക, ഡാമിന്റെ തന്നെ പൊട്ടുക, അള്ള കാക്കട്ടെ, അതെങ്ങാനും പൊട്ടിയാല് പിന്നെ നമുക്ക് കിടക്കാൻ പറ്റുമോ? ആര് രക്ഷപ്പെടുത്താൻ വരാൻ? തനിയെ പൊട്ടി അടുത്ത സമയത്ത് ഷട്ടർ വായിച്ചില്ലേ? പത്രത്തിൽ വായിച്ചില്ലേ? നിങ്ങൾ രണ്ടുപേരും തലയാട്ടണം, അല്ലെ ഞാൻ കള്ളത്തരം പറയുമെന്ന് വിചാരിക്കും. ചില പത്രം വായിക്കാത്തൊരു കൂട്ടത്തിലുണ്ട്. ഇല്ലേ ഉസ്താദ്? വായിച്ചില്ലേ? അതന്നെ, ഇടയ്ക്കിടയ്ക്കൊക്കെ വായിക്കണം, പത്രമൊക്കെ വായിക്കണം. തനിയെ ഷട്ടർ പൊട്ടിയത് അല്ലോ പടച്ചോ കാത്ത്, അതൊക്കെ അല്ല പിടിച്ചിരുത്തുന്നതാ. ഈ കടലിനെ അല്ല പിടിച്ചിരുത്തുന്ന. ഇവിടെ അടുത്തല്ലേ കടല്? എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? 12 കിലോമീറ്റർ വരും. 10 കടലിന് 10 കിലോമീറ്റർ വലിയ കാര്യമാണോ? 40 കിലോമീറ്റർ പത്തനാപുരത്തോട്ട് പോകാൻ വലിയ കാര്യമാണോ? നിങ്ങൾ കടലിനടുത്ത് പോയിട്ട് നിന്നിട്ട് കടലിന്റെ ഉള്ളിലോട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നമ്മളെക്കാളും പൊങ്ങിയിട്ടാണോ അതുള്ളത്, താന്നിട്ടാണോ ഉള്ളത്? പൊങ്ങിട്ടല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? 6 അടി മുകളിലോട്ടാണ് നിൽക്കുന്നത്. എന്തിനറിയോ? തെള്ളി നമ്മളെ അങ്ങ് അകത്തിടാൻ. അതിന്റെ തർത്തീവിൽ അല്ലാഹ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ലൈസ മിൻ ബഹരിൻ ഇല്ലാ ലൈസ മിൻ ലൈലത്തിൻ ഇല്ലാ വൽ ബഹറു യുശ്രിഫു ഫീഹാ 3 മററാത്ത്. എല്ലാ രാത്രിയും നമ്മൾ അഴീക്കൽ കടലിന്റെ ഓരത്ത് പോയിരുന്ന് ചീട്ട് കളിക്കുകയും നമ്മൾ RDX തിന്നുകയും കഞ്ചാവ് ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നില്ലേ? ഓർക്കണേ, ആ കടല് അള്ളാഹുവിനോട് പറയുകയാണ്, നാദാ, ഈ അഹങ്കാരികൾ എന്റെ മുന്നിൽ വന്ന് കാണിക്കുന്ന തമ്മാടിത്തരം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഞാൻ ഇവരെ ഒന്ന് പിടിക്കട്ടെയോ അല്ലാഹ്. യസ്തഅദിനുല്ലാഹ അയ്യൻതളിഹ
അലൈഹിം അല്ലാഹുവിനോട് കടൽ ചോദിക്കുകയാണ്, പടച്ചവനെ ഞാൻ ഈ തിരമാല കൊണ്ട് ഇവരെ ഒന്ന് പൊതിയട്ടെയോ അല്ലാ, ഒരു സുനാമി അടിപ്പിക്കട്ടെ. ഉടനെ അല്ലാഹ് ഫയകുഫഹല്ലാഹു ബിറഹ്മതി, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് കടലിനോട് പറയും, അടങ്ങ് കടലേ, അടങ്ങണേ അടങ്ങണേ. അതുകൊണ്ടാ സ്വസ്ഥമായിട്ട് അവിടെ കടൽ അവിടെ കിടക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ കല്ലുണ്ടല്ലോ, ആ ത്രികോണക്കല്ല്, ഇതൊന്നും കടലിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. വലിയ വലിയ ബഹുനില കെട്ടിടങ്ങളൊക്കെ എടുത്ത് പറിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ആ കല്ല് കൊണ്ട് കടലിനെ ഇങ്ങോട്ട് വരാതിരിക്കാൻ കല്ലിട്ടേക്കുക. ഇതൊക്കെ വലിയ കാര്യമായി. ഈ കല്ലിനെ അതിജയിച്ചിട്ട് എത്ര റോഡാ നശിപ്പിച്ചു കളഞ്ഞത്. പിന്നെ അള്ളാന്റെ കരുണയാണ്. അടങ്ങല്ലേ, അടങ്ങ്. എല്ലാ ദിവസവും രാത്രി കടല് 3 പ്രാവശ്യം അള്ളാഹോട് പറയും, ഓ ഇവർ കാണിക്കുന്ന കണ്ടോ ഉടച്ചവനെ. ഓ ഒന്ന് ഞാനൊന്ന് സഹിക്ക വയ്യാതെ വരുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇച്ചിരി ക്ഷോഭം ഒന്ന് കൂട്ടി പരിസരക്കാരെ ഒക്കെ ഒന്ന് പേടിപ്പിക്കുന്നത്. ഇത് അള്ളാഹ് പിടിച്ചു വെച്ചത് കൊണ്ടാണ്, അവൻ കരുണ നമ്മളോട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ 40 കിലോമീറ്റർ 50 കിലോമീറ്റർ അപ്പുറത്ത് കടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. വരേണ്ടത് അവിടെയും വരും. ഇതൊക്കെ ദുആ, അള്ളാന്റെ കരുണയാണ്, അവന്റെ കാരുണ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നെല്ലാം വർജിക്കണം, ഒഴിവാകണം, അതിന് പരിശ്രമിക്കണം. കുറേശ്ശെ നമ്മൾ പരിശ്രമിക്കണം. ബോധവൽക്കരണം നടത്തണം. നമ്മുടെ ചെറുപ്പക്കാരെ വിളിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാപ്പയും ഉമ്മയും അവരവരുടെ വീട്ടിലെ മക്കളെ അവർ നന്നാക്കുക. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ നാട്ടുകാരെ മൊത്തം നന്നാക്കാൻ പറ്റൂല. ഇപ്പൊ ഇവിടെ വെള്ളം അടിക്കുന്ന വന്ന് വാത് വെക്കാൻ പറ്റുമോ? ഇപ്പൊ ഉസ്താദ് പറയും, ഇപ്പൊ സാമൂഹിക ലഹരി, സാമൂഹിക തിന്മകൾക്കെതിരെ ഉസ്താദ് ഒരു പ്രഭാഷണം നടത്തണം. അതെ, ഓക്കെ, ഞാനിപ്പോ ഇവിടെ ഒന്ന് പ്രഭാഷണം നടത്തണമെങ്കിൽ വെള്ളം അടിക്കുന്ന വരണ്ടേ സദസ്സിൽ? കഞ്ചാവ് കഴിക്കുന്ന വരണ്ടേ? ഇവിടെ കുറെ മുത്തല്ലിമീങ്ങളും ആലിമീങ്ങളും ഉസ്താദന്മാരും പണ്ഡിതന്മാരും ഉമറാക്കളും 5 നേരം ഇബാദത്തുള്ളവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ വാത് നിങ്ങൾക്കാ ഉള്ളത്. അപ്പൊ നിങ്ങൾ വെള്ളം അടിക്കുന്നവരാ, പിന്നെ ആരെടുത്ത് ഇത് പറയാന്? അവ ഇപ്പൊ മറ്റേ ഐറ്റം അടിച്ചോണ്ട് അവിടെ ഇങ്ങനെ പഴയ ഐശ്വര്യെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം. അവനിപ്പോ ഇവിടെ വാത് കേൾക്കാൻ വരാൻ പോവാ. പിന്നെ ഇത് ആരോടാ പറയുക? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ വാള് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വാപ്പമാരും ഉമ്മമാരും കേൾക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ വാപ്പ കണ്ട, അതുകൊണ്ടാണ് സഹിക്ക വയ്യാതെയാണ് ഒരു വാപ്പ ആ പെൺകുട്ടിയെ പല നിലയ്ക്ക് ഉപദേശിച്ചു. ഇതിൽ നിന്ന് ഒഴിവാകാൻ ഗതിയില്ലാതെയാണ് ആ വാപ്പ തന്റെ മകളെ കഴുത്തറുത്ത് കൊന്നത്. നമ്മൾ കണ്ടല്ലേ? കാസർഗോഡൊന്നും അല്ല. നിങ്ങൾ ആരാണ്ടൊക്കെ പറഞ്ഞത് കാസർഗോഡുള്ള പെണ്ണാണെന്ന്. കാസർഗോഡൊന്നും അല്ല, അതൊക്കെ ഹൈദരാബാദിലും കണ്ടാടുന്ന സംഭവമാണത്. സംഭവിച്ചില്ല. ഇത് എന്തുകൊണ്ടാ? അൺസഹിക്കബിൾ. വാപ്പ പറഞ്ഞു മടുത്തു. ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കൊന്നു കളഞ്ഞു. പിന്നെ അല്ലാണ്ട് എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ നമ്മൾ കൊന്നു കളയണമെന്നല്ല പറഞ്ഞത്. നമ്മുടെ മക്കളെ നമ്മൾ ചെറുതായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. യുവത്വം എന്ന് പറയുന്നത് ശബാബത്ത് എന്ന് പറയുന്നത്, യുവത്വം എന്ന് പറയുന്നത് ഒരു തരം ജുനൂൻ, ഭ്രാന്താണെന്നാണ്. എന്തായാലും ഭ്രാന്താണത്. അതുകൊണ്ടാണ് അവന്റെ മുടിയൊക്കെ കണ്ടില്ലേ, ഓരോരുത്തന്മാരുടെ മുടി സ്പ്രിങ് മുടി പോലെ, ഭ്രാന്തൻ. ഇവനൊക്കെ വിചാരിക്കുന്നത് എന്തോ ഭയങ്കര കാര്യമാണ്. നാറിയിട്ട് തന്നെയാണ് അതിൻ്റെ അടുത്ത് വരുന്നിട്ട് ഇങ്ങനെ സ്പ്രിങ് പോലെ ഫുള്ള് എന്താ ആക്കി വെച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര സൗന്ദര്യം കൊടുത്തു, എത്ര സുന്ദരനാക്കി മാറ്റി. എന്നിട്ട് ഇവൻ പെണ്ണിന്റെ കോലത്തിൽ നടക്കുന്നു. ഇതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഒരു കാലം വരും ആണ് പെണ്ണിന്റെ വേഷം ധരിക്കും, പെണ്ണ് ആണിന്റെ വേഷം ധരിക്കും. കറക്റ്റ് സംഭവിച്ചില്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കേട്ടോ, അർബഅത്തുൻ യുസ്ബിഹൂന ഫീ ഗളബില്ലാഹ് വയുംസൂന ഫീ സഖത്തില്ലാഹ്. 4 വിഭാഗം ആളുകൾ അല്ലാഹു തആല അർശിന്റെ മുകളിൽ നിന്ന് അവരെ ശപിക്കുകയാണ്. രാവിലെയും വൈകിട്ടും അവരുടെ മേൽ ശാപം ഇറങ്ങിക്കൊണ്ടേയിരിക്കും. 4 വിഭാഗം ആളുകൾ. ഒന്ന് അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിന്നിസാ. പുരുഷൻ സ്ത്രീയുടെ വേഷം കെട്ടുന്ന പുരുഷനെ അല്ലാഹു ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീയുടെ വേഷം കെട്ടുന്ന പുരുഷൻ, സ്ത്രീയുടെ കൂട്ടുമുടി,
ചില ആണുങ്ങളെ കണ്ടിട്ടാ, ഈ പണ്ടൊക്കെ പെണ്ണുങ്ങൾ മുടി ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കൂലേ, കാസ്നാമിൽ ബഖർ എന്ന് പറയുന്ന ഹദീസിൽ പറയുന്നതിനാണ്. ഈ ഒട്ടകത്തിന്റെ പൂഞ്ഞു പോലെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെക്കുന്ന, അതേപോലെ ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാർ മുടി ഇങ്ങനെ ഇവിടെ കെട്ടിവെക്കാറുണ്ട്. കണ്ടിട്ടുണ്ടാ നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ആ ഉണ്ട്. കണ്ടിട്ടില്ലേ? ബാ കാണിച്ചാല. ആണാണ് പെണ്ണാണ്. ബാ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടാന്ന് ചോദിക്കണം. കണ്ടില്ലേ? ചില ഹോട്ടലിലൊക്കെ പോലെ കാണാം ഇങ്ങനെ കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിൻ്റെ കൂടെ. അതേപോലെ പെണ്ണുങ്ങൾ ഇടുന്ന ചെയിൻ, കഴുത്തിലിടുന്ന ചെയിൻ ആണുങ്ങൾ ഇടുന്നു. കൊച്ചു കൊച്ചു കുട്ടികൾക്ക് വരെ ഈ വാപ്പാമാർ ഇട്ട് കൊടുക്കുന്നു പള്ളിയിൽ കൊണ്ടുവരാൻ. ഈ ചെയിൻ വെള്ളിയുടെ ചെയിൻ. വെള്ളിയുടെ ചെയിൻ എന്ന് പറയുന്നത് ഒരു വെള്ളി മോതിരം മാത്രമാണ് പുരുഷന് ഹലാൽ, അല്ലാതെ ഒന്നും ഹലാലില്ല. വളയം ചെറുപ്പക്കാരിടുന്നു, കാത് കുത്തുന്നു ചെറുപ്പക്കാർ, അല്ലേ? ഇതെല്ലാം ഞാൻ പറഞ്ഞൊക്കെ ഇല്ലേ? ഇതൊക്കെ ആരുടെ പണിയാ? ഈ മറയ്ക്കപ്പുറത്തിരിക്കുന്നവരുടെ പരിപാടിയാണ് ഇതൊക്കെ അവരുപയോഗിക്കേണ്ടതാണ്. അത് നമ്മൾ ഏറ്റെടുത്തു. അവരുടെ ഡ്രസ്സ് നമ്മൾ ധരിക്കാൻ തുടങ്ങി. ഇന്നിപ്പം പെണ്ണുങ്ങളൊക്കെ ഈ കണങ്കാലിൻ്റെ മുകളിലാണ് അവരുടെ പാൻറ്റ്. കണ്ടുണ്ടോ? അവരുടെ പാൻറ്റ് കണങ്കാലിൻ്റെ മുകളിലാണ് അവരുടെ പാൻറ്റ്, എന്നിട്ട് ടീഷർട്ട് ഇടും. ഇത് യഥാർത്ഥത്തിൽ ആണുങ്ങളുടെ വസ്ത്രമാണ്. കണങ്കാലിൻ്റെ മുകളിൽ വേണം പാൻറ്റ് ധരിക്കാൻ ഇസ്ലാമിൽ പുരുഷന്മാർക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇതെന്ന് പെണ്ണ് ഏറ്റെടുത്തു. അവരുടെ വസ്ത്രം നമ്മൾ ഏറ്റെടുത്തു. പെണ്ണ് ആണിന്റെ വസ്ത്രം ധരിക്കും, ആണ് പെണ്ണിന്റെ വസ്ത്രം ധരിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറഞ്ഞത്. 4 വിഭാഗം ആളുകളെ അല്ലാഹു ശപിക്കുകയാണ്. അതിലൊന്ന് അൽ മുതശബ്ബിഹൂന മിനൻ നിസാഇ അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിൻ നിസാ. സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. 2 വൽ മുതശബ്ബിഹാതു മിനൻ നിസാഇ ബിർ റിജാൽ. പുരുഷന്മാരുടെ വേഷം കെട്ടുന്ന സ്ത്രീകളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹു റജുലാ, ഒരു പുരുഷനെ അല്ലാഹു ശപിച്ചു. യൽബസു ലിബ്സതൽ മർആ, പെണ്ണിന്റെ വസ്ത്രം അവൻ ധരിച്ചാൽ അവനെ അല്ലാഹു ശപിച്ചു. ലഅനല്ലാഹു ഇംറാഅതൻ, ഒരു പെണ്ണിനെ അല്ലാഹു ശപിച്ചു. തൽബസു ലിബ്സതർ റജുലി, ഒരു പുരുഷന്റെ വസ്ത്രം അവൾ ധരിക്കുന്നു, അതിന്റെ പേരിൽ അല്ലാഹു അവളെയും ശപിച്ചു. കമാ ഖാല റസൂലുള്ളാഹി. ഇതാണ് ബർക്കത്തില്ലാത്ത ജീവിതത്തിൽ ബർക്കത്തില്ല. പറയട്ടെ, യൂണിഫോമേ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഈ സാമാനൊക്കെ ഇരിക്കുന്നതിന് നാളെ എന്നെ പൊക്കിക്കൊണ്ട് പോകാൻ ഒന്നും പറയാൻ പറ്റൂലല്ലോ. ഇപ്പം അവർക്കിപ്പോൾ ജോലിയൊന്നും ചോദിക്കൊണ്ട് പോയി ആരെ ചോദിക്കാനാ? യൂണിഫോമിൻ്റെ ഇപ്പം അങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും? സമത്വവാദം എന്ന് പറഞ്ഞിട്ട് ആണ് പെണ്ണിൻ്റെ കൂടെ ഇപ്പോൾ ഇരുത്തണം, അപ്പുറത്തിരുന്നോണം. മടിയിലൊക്കെ ഇരുത്തണം. ഈ അടുത്ത സമയത്ത് കണ്ടില്ലേ ഒരു വെറ്റി ഷർട്ട് പൊളിച്ച് കളഞ്ഞത്, മടി കയറ്റി ഇരുത്തുന്നു. ശ്രീകാര്യം കോളേജിലോട്ട് വാ, കാണിച്ചു തരാം. ശ്രീകാര്യത്ത് വാ, കാണിച്ചു തരാം. ആണും പെണ്ണും. ഞങ്ങളുടെ നാട്ടിലോട്ട് വാ, തിരുവനന്തപുരത്തോട്ട് വാ, കോളേജിൽ കാണിച്ചു തരാം. പരസ്യമായിട്ട് പെണ്ണുങ്ങളെ നമ്മൾ വേണമെങ്കിൽ മാറി പൊയ്ക്കോണം. ഫയസ്തഹീ മിൻഹും, നമ്മൾ അവളിൽ നിന്ന് പൊയ്ക്കോണം പരസ്യമായിട്ട് രംഗത്ത്. ഒരതീത് ഞാൻ തരട്ടെ. അത് തന്നെ നബിതങ്ങൾ പറഞ്ഞ എല്ലാം ഉണ്ടപ്പ. ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതൊക്കെ പറഞ്ഞ് സമയം തീരാറായി കേട്ടോ. വേണമെങ്കിൽ ഇസ്തിഗ്ഫാറും ഇബാദത്തും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുടിക്കോ, കബറിലെങ്കിലും പോയിട്ട് രക്ഷപ്പെടാം. സമയം തീരാറായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഏകദേശമുള്ള അടയാളങ്ങളൊക്കെ ഇപ്പോൾ വലിയ അടയാളങ്ങളേ ഉള്ളൂ. ചെറിയ അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. കാരണം ആണെന്ന് പറഞ്ഞാൽ അതാ ഈ ആദ്യം തോന്നിക്കൊണ്ട് വരുന്നത്. അപ്പൊ ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണ്, പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണ്. 3 വല്ലദീ യഅതി അസ്സകറ, ആണുങ്ങളോട് സൊഡോമി, പ്രകൃതി വിരുദ്ധമായ പരിപാടിക്ക് പോകുന്നവർ. വല്ലദീ യഅതി അൽ ബഹീമാ, മൃഗങ്ങളോട് വേഴ്ച ചെയ്യാൻ പോകുന്നവർ. നമ്മളത്തെ പുതിയ പാഠപുസ്തകത്തിലൊക്കെ ഇനി 40-ാമത്തെ അധ്യായത്തിൽ ഒരു ദിവസം നമ്മൾ മൃഗം ആവണമെന്നൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഭൂരിപക്ഷം പണ്ഡിതന്മാർ ഇതിനൊക്കെ എതിർക്കുന്നത്. ഈ പാഠ്യ പദ്ധതി പറ്റൂല, ഒരു ദിവസം മൃഗം ആവണമെന്ന്. നമ്മൾ ഒന്നാമത് ഇപ്പോഴേ മൃഗമായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത് ഇനി എന്തിനു മൃഗമാവാൻ പോണത്? മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് അവർക്ക് വേഴ്ച ചെയ്യാം. അതാണ് ആ മൃഗം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് വേഴ്ച ആണെങ്കിൽ ആണെന്നില്ല, പെണ്ണെന്നുമില്ല, ആർക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേഴ്ച ചെയ്യാം എന്നാണ് ആ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ദിവസം നിനക്ക് അങ്ങനെ ആയിക്കോണം, ഒരു ദിവസത്തേക്കുള്ള അനുവാദം ഇജാസത്ത് തന്നിട്ടുണ്ട്. ഇല്ല, ഡിസംബർ 31 ബീച്ചിലെ ലൈറ്റ് അണയ്ക്കുന്നത് പോലെ 5 മിനിറ്റത്തേക്ക് ബീച്ചിൽ ലൈറ്റ് അണയ്ക്കും. അന്നേരത്തേക്കെല്ലാം നോക്കി വയ്ക്കും, ആരുടെ മണ്ടയിൽ ചാടിക്കയറണം, ആരുടെ അടുത്ത് പോകണം എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ ആദ്യമൊക്കെ നോക്കി പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് വേണം ലൈറ്റ് അണയ്ക്കാൻ. എന്താ അങ്ങനെയൊക്കെ സിസ്റ്റങ്ങളുണ്ട്. അപ്പോൾ എന്നതുപോലെയാണ് ഒരു ദിവസം മൃഗമാവണോ നമ്മൾ ഒന്ന് ഗതികടെ. മൃഗം എന്ന് പറഞ്ഞാൽ എന്താ, പട്ടി. ഒന്നാമത് പട്ടി കാണുന്നില്ലേ, അല്ല അതിനും എല്ലാം അറിയാം. എടാ പള്ളിയുടെ പട്ടി, പോടാ പട്ടി, ഇത് പള്ളിയുടെ മുന്നിൽ വെച്ചാന്നോടാ നീ ഇതൊക്കെ കാണിക്കുന്നതെന്ന്. പട്ടിയോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് മൃഗമല്ലേ. ആടുകൾ, നമ്മുടെ വീട്ടിലൊക്കെ ആടിനെ വളർത്തിയപ്പോൾ, ഞാൻ ഈ ആടിനെ വളർത്തി നോക്കി ഇപ്പോൾ കൊറോണ വന്നപ്പോൾ അപ്പോഴാണ് മനസ്സിലായത്, പെൺമക്കളൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് ആടിനെ വളർത്താൻ പറ്റൂല. അയ്യേ, നാണം കെട്ടുപോയില്ല, ആകെ ഇടങ്ങറായിപ്പോയി നമ്മൾ. പിള്ളേർ ചോദിക്കാണ്, വാപ്പിച്ച് ഇതെന്ത് സംഭവം എന്ന്. ഞാൻ എന്താ മറുപടി പറയുക? ആകെ കുടുങ്ങിപ്പോയി. ഒരു ഹയാണിത്, നാണം കെട്ട പരിപാടിയായിപ്പോയി ഇത്. സത്യമായിട്ട് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ എനിക്ക് ഇത് പഠിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളാണ്. ചുമ്മാ ഒരു ബർക്കത്താണല്ലോ എന്ന് കരുതി ആണുങ്ങളെ ആടിനെ വളർത്താനാണ്. കാരണം അത് മൃഗമാണ്, അതിനറിയില്ല ഇത് ഉപ്പാണ് ഇത് ഉമ്മാണെന്നല്ല, അതിനുമല്ല അറിയാം. അത് മൃഗമാണ്. അതിൻ്റെ പരിപാടി അങ്ങനെയാണ്. നമ്മളിവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഓരോരോ ഇതിൽ മറുപടിയൊക്കെ പറഞ്ഞ് അല്ല പെണ്ണുമ്പിള്ള ഇങ്ങനെ കണ്ണ് കാണിച്ച് അവരെങ്ങനെ കണ്ണാടി, ഞാൻ അതൊക്കെ പുള്ളി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞോളിയത്. പെൺമക്കളുള്ളിടത്തൊന്നും പറ്റൂല ഇത്. ഇതൊക്കെ ഭയങ്കര ഐബ് കെട്ട പരിപാടിയാണല്ലോ. സുന്നത്താണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിനക്ക് എന്ത് മറുപടി നമ്മൾ കണ്ടെത്തും? ആരോട് എങ്ങനെ പറയൂത്? അപ്പൊ ഇത് മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെ ആവും. ഒരു ഹദീസ് കേട്ടോ, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല ഹത്താ യതസാഫദൻ നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്. മനുഷ്യൻ മൃഗങ്ങളെ പോലെ യതസാഫദൻ നാസു, മനുഷ്യൻ മൃഗമായി അതപ്പതിക്കും. തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്, മൃഗങ്ങൾ റോഡിൽ എങ്ങനെയാണോ വീഴ്ച ചെയ്യുന്നത് അതുപോലെ ഈ സമുദായം വീഴ്ച ചെയ്യുന്ന ഒരു കാലം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ഇല്ല. അന്ന് ഹദീസ് വന്ന ഒന്നുകൂടെ വിശദീകരിച്ചു തരാം. ഹത്താ ഇന്നർ റജുല ലിയുഗശിയൽ മർഅത അലാ ഖാരിഅതി ത്വരീഖ്. ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ വഴിയോരങ്ങളിൽ വെച്ച് ഒരു നാണവുമില്ലാതെ കൂസലില്ലാതെ കെട്ടിപ്പിടിച്ച് ആലിംഗനം നടത്തി ചുംബിക്കും. വലാ യുഗയ്യിറുഹു അഹദുൻ വലാ യുൻകിറു ദാലിക അഹദുൻ, ഒരാളും എതിർക്കുകയില്ല, എതിർക്കാൻ പറ്റുകയുമില്ല. അത് മോശമാണെടോ എന്ന് പറയാൻ ഒരാളും കാണൂല. ഉണ്ടോ? ഇത് ഹദീസാ, ശരിയല്ലേ? തിരുവനന്തപുരത്ത് സ്കൂൾ കോളേജ് ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറിൻ്റെ അടുത്തുനിന്ന് പറയാ, ഉസ്താദേ ഈ ആണും പെണ്ണുങ്ങളും രാവിലെ ആ വഴിയിൽ ആ ഇടവഴിയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കും, ഹോൺ അടിച്ചാലും മാറൂല. എങ്ങനെ മാറും? മൃഗമല്ലേ. കാട്ടാൻ എങ്ങനെ ഹോൺ അടിച്ചാൽ മാറുമോ? ഹോൺ അടിക്കരുതെന്നാ പറയുന്നത്. അവരവരുടെ സൗകര്യമനുസരിച്ചോട് നിന്നോട്ടെ, ഹോൺ അടിക്കരുത്. നീ ഇവിടെ ഹോൺ അടിക്കാൻ പോകുന്നത്? അതാണിപ്പോൾ സംഭവം. എൻ്റെ അടുത്ത് പറയുകയാണ് ജുമാക്ക് പ്രസംഗിക്കാൻ. ഞാൻ പറഞ്ഞ് ഈ ഹോൺ അടിക്കുന്നവന്മാർ ജുമാക്ക് വല്ലതും വരുമോ? ആരെടുത്ത് പോയി പ്രസംഗിക്കാനിത്? ആരെടുത്ത് പോയി പ്രസംഗിക്കാം? തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവമാണിത്. വിഷമം വരുന്നത്. നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മളിവിടെ വീട്ടിൽ ഇരിക്കുക. മോൾ എഞ്ചിനീയറാവും, ഡോക്ടറാവും, ഭയങ്കര ഡോക്ടറാണ്, ഭയങ്കര എഞ്ചിനീയറും ഭയങ്കര ഡോക്ടറുമാ. ഒന്ന് നോക്ക്, തിരുവനന്തപുരത്തെ ഇപ്പോൾ ജോലി. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പറയാനുണ്ട്, ഞാനത് പറയുന്നില്ല. സംഭവം ഇടയ്ക്കിടയ്ക്കൊക്കെ ചുമ്മാക്കി തട്ടും. ആർക്ക് വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്ന അബീവ നമുക്ക് ചിരി വരുന്നെങ്കിലും ഈ ഡ്രൈവർ വന്ന് പറയുകയാണ്, എന്ത് ചെയ്യാനോ ഉസ്താദേ ഒരു രക്ഷയും ഇല്ല. അതാണ് അവസ്ഥ. അങ്ങനെയാണ് ഇപ്പോൾ അബീവേ. നമുക്ക് ഈ തലയിൽ തട്ടവിട്ട് മറുതായൊക്കെ ഇട്ടിട്ട് പിള്ളേരെ കാണിക്കുന്ന കാണുമ്പം ആകെ മനസ്സിന് വിഷമവും വരും. എന്ത് ചെയ്യാനാ? ഈ പണ്ടാരൊക്കെ ഉരിഞ്ഞും കള, എന്നിട്ടും എന്തോ പോയി ചെയ്യും. ഇതിപ്പോൾ ആർക്കാ ഈ ദോഷം, ആർക്കാ ഈ പേര് ദോഷം വരുന്നത്? എന്നാൽ ഖുർആൻ എത്ര വ്യക്തമായിട്ട് ഇതൊക്കെ പറഞ്ഞത്, ഈ വസ്ത്രമൊക്കെ നീ സൂക്ഷിക്കണേ, അതൊക്കെ സൂക്ഷിക്കണേ. മൃഗങ്ങളെ പോലെ വേഴ്ച ചെയ്യുന്ന ഒരു കാലം വരുമെന്ന്. റോഡ് സൈഡിൽ ആർക്കും മിണ്ടാൻ പറ്റൂല. നമ്മളെങ്ങാനും പെണ്ണ ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ അവൾ ഉടനെ കോടതി പോയി പറയും, ആ മുസ്ലിയാരനെ കയറി പിടിച്ചെന്ന് പറയും. തീർന്നില്ല നമ്മൾ.
പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആളുടെ കൂടെ പോകേണ്ടി വരും. ആരും വരില്ല. കേസ് പോക്സോന്ന് കാണാൻ വന്നാൽ പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല, ഒരു ദുആയും സ്വീകരിക്കുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പറയാൻ പറ്റൂല. ഹദീസ നബി തങ്ങൾ പറഞ്ഞാണ്, ഒന്നും പറയാൻ പറ്റൂലെന്ന്. അങ്ങനെ ഈമാനോടെ പറയാൻ ആ കാലഘട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സ്ഥാനം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹും അവരുടെ സ്ഥാനത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാഷാ അല്ലാഹ്. അങ്ങനെ പരസ്യമായിട്ട് അവരുടെ മുന്നിൽ പോയി പറയാനുള്ള തൻ്റെ ഇടം, ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടെങ്കിൽ അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ സ്ഥാനം അല്ലാഹു തആല അവരുടെ പ്രതിഫലം അവർക്ക് കൊടുക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പറയാൻ പറ്റൂല. നമ്മൾ പറഞ്ഞാൽ നമ്മളെ ഉടനെ ഇവളുമാർ പറയും, മറ്റേ പ്രത്യേകിച്ച് മുസ്ലിയാർ വേഷമാണ്. അതുകൊണ്ട് പിന്നെ ഉറപ്പാണ്. പിന്നെ ഈ കയ്യിൽ ഈ മൊബൈലും ഉണ്ട്, എടുത്ത് അങ്ങോട്ട് വെക്കും. അതുകൊണ്ട് ഞാൻ ഈ ട്രെയിനിനകത്തൊക്കെ പോകുമ്പം ആമന്ന സല്ലംന, ഞാനൊന്നും കണ്ടിട്ടുമില്ല, നീ ഒന്നും ചെയ്തിട്ടുമില്ല. അല്ലാഹുമ്മ ബിസ്മിക മുത്തവയ്യ മിണ്ടാതെ കിടന്നുറങ്ങും, രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇറങ്ങിപ്പോകും. നമ്മളിതൊന്നും കണ്ടിട്ടില്ല. എന്ത് ചെയ്യാൻ? ആർക്ക് പറയാം? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, നിങ്ങളോട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കും. ഖുർആന്റെ പ്രമേയം അതാണ്. ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ വമൻ യത്തബിഉ ഖുതുവാതി ശൈത്താൻ ഫഇന്നഹു യഅമുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. പിശാചിന്റെ വഴികളെ നിങ്ങൾ പിൻപറ്റരുത് സത്യവിശ്വാസികളെ. അവൻ നമുക്ക് ഉത്ബോധനം നൽകുന്നത് നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. അല്ലാഹുവിന്റെ മഹത്തായ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എന്നേ പിഴച്ചു പോകുമായിരുന്നു. അവന്റെ വലിയ ഔദാര്യമാണ് അല്ലാഹു ഈ മഹാവിപത്തുകളിൽ നിന്ന് നമ്മളെ സംസ്കരിച്ചെടുത്തത്. വല്ലാഹു സമീഉൻ അലീം. എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും അവൻ തന്നെയാണ്. അതുകൊണ്ട് പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുതേ. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹു അതിനെ നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കളെ നമുക്ക് സൂക്ഷിക്കാനും സംരക്ഷിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവരവരുടെ മക്കളെ അവരവർ സൂക്ഷിക്കും. സ്കൂളിലും കോളേജിലും പോകുമ്പോൾ നിങ്ങളും കൂടെ ഇടയ്ക്കൊന്ന് യാത്ര ചെയ്ത് പോകണം. എല്ലാ ദിവസവും മക്കളെ ചേർത്തിരുത്തി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ നസീഹത്ത് കൊടുക്കണം. ഞാൻ അങ്ങനെയാണ് നമ്മുടെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഈ വാട്സപ്പിലൊക്കെ ഓരോ പ്രശ്നം വരുമല്ലോ, ഇതൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും. ഇങ്ങനൊക്കെ തന്നെ അതേ പറ്റുള്ളൂ. അല്ല നമുക്കിപ്പോൾ അവരെ അടിക്കാനൊന്നും പറ്റൂല. നല്ല ഉപദേശിക്കുക, എന്നിട്ട് നല്ല വാക്കുകൾ ഉപദേശിക്കും. മോനെ, നമ്മളൊക്കെ ഇതേപോലെ ഇവിടെ ഇരുന്ന് തിന്നുന്ന ഈ വാപ്പ ഉമ്മ ഒക്കെ തിന്നുന്ന പോലെ സ്വർഗത്തിൽ വന്നിരുന്ന് തിന്നണ്ടേ മക്കളെ ഇന്നിപ്പോൾ വാപ്പയെ നിങ്ങൾ സ്നേഹിക്കുന്നു. നമുക്കിതേപോലെ സ്വർഗത്തിലുണ്ടല്ലോ, നമുക്ക് സന്തോഷമായിട്ട് സ്വർഗത്തിൽ കൂടാമല്ലോ. അവിടെയും കൂടാം ഇവിടെയും കൂടാം. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം, നല്ല രീതിയിൽ വളരണം. വാപ്പ മരിച്ചു പോയാൽ ഉമ്മ മരിച്ചു ദുആ ചെയ്യണം. നിങ്ങൾ ദുആ ചെയ്യാൻ ഒരാൾ വേണം. ഇപ്പം എൻ്റെ വാപ്പ ഉമ്മ മരിച്ചു, ഞാനാണ് ദുആ ചെയ്യുന്നത്. അതേപോലെ ഞാൻ മരിച്ചാൽ നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, കഷ്ടപ്പെടുന്നത്, ത്യാഗം സഹിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നെല്ലാം നമ്മൾ അവരെ നല്ല വാക്കുകൾ കൊണ്ട് ഉപദേശിക്കണം. അല്ലാതെ ഭീഷണിപ്പെടുത്തരുത്. ഇങ്ങനെ മദ്യപിച്ച് വരികയോ അല്ലെങ്കിൽ കഞ്ചാവടിക്കുകയോ ഒക്കെ ചെയ്താൽ അവന് നമ്മൾ ദിക്റുകൾ ദുആകളുണ്ട്. നമ്മൾ തഹജ്ജുദിന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് സുജൂദിൽ കിടന്നിട്ട് മോന് വേണ്ടി ദുആ ചെയ്യും. തഹജ്ജുദിൽ കിടന്നിട്ട് ദുആ ചെയ്യണം. തഹജ്ജുദിൽ ചില പ്രത്യേകമായ ദുആകളുണ്ട്. ഉസ്താദന്മാരോട് നിങ്ങൾ ചോദിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ പറയണം. തീർച്ചയായും ഇൻഷാ അള്ളാഹു ഒരുപാട് മാറ്റം നമ്മുടെ മക്കൾക്ക് തരും. ഉറപ്പാണ് തരും ഇൻഷാ അള്ളാഹു. നമ്മുടെ മക്കളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.